ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്, ഗ്യാസ് സേവിങ് ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ് നമുക്ക് മാസം തോറും നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധയിൽപ്പെടാണ്ട് വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ബർണറിൻ്റെ ഫ്ലെയിം കളർ ചേഞ്ച് ആവുക എന്നുള്ളത്. നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ബ്ലൂ ആയിട്ടിരിക്കണം. അതല്ലാണ്ട് കൊണ്ട് നമുക്ക് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ഫ്ലെയിമൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് കത്തിക്കുന്ന ആ ഒരു സമയത്ത് ചൂട് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ഗ്യാസ് ചിലവാകും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബർണർ നമ്മൾ ഈ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ബർണറിൽ നിന്ന് വരുന്ന ഒരു ഫ്ലെയിമിൻ്റെ കളറ് ബ്ലൂ ആണോ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ഗ്യാസ് ചിലവാകും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇനി ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്യാസ് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് അധികവും അതൊന്ന് കുതിരാൻ വെച്ചതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എടുത്ത് കറി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ വിസിലുകൊണ്ട് തന്നെ കുക്കറിൽ കറി വയ്ക്കുന്ന സമയത്ത് കാര്യങ്ങൾ തീരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ സാമ്പാർ അല്ലെങ്കിൽ പരിപ്പ് വേവിക്കാനിടുമ്പോൾ, കടല വേവിക്കാനിടുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു ടിഫിൻ ബോക്സിൽ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ആയിരിക്കണം ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ഒരു ബോക്സിനകത്തോട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ എന്തെങ്കിലും ഉപ്പേരി വെക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു കിഴങ്ങ് മസാല അന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കിഴങ്ങോ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു ടിഫിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ കടല കറിയോ അല്ലെങ്കിൽ പയർ കറിയോ സാമ്പാർ എന്ത് വെക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടുത്ത് നല്ല അടപ്പുറപ്പുള്ള സ്റ്റീൽ പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുക്കറിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് കറിയുടെ ജോലിയും കഴിയും, ഇതുപോലുള്ള വെജിറ്റബിൾസ് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും, ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് വെജിറ്റബിൾസൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരുപാട് സമയമാവും അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആ വെജിറ്റബിൾസൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ ആ ഒരു വെജിറ്റബിൾസിലുള്ള തണുപ്പൊക്കെ മാറിക്കിട്ടും. നമുക്ക് തണുപ്പ് കുറവാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടുമല്ലോ. ഇതിന് മേലെ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് വെജിറ്റബിൾസ് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് വെച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടിപ്പും കൂടെ കണ്ടു നോക്കാം. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഞാനിതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതാ ഇതുപോലെയാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത പേപ്പറിലേക്ക് ഇതുപോലെ ഡേറ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനത് എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ പുറകിലേക്കായിട്ട് ഞാനിതുപോലെ ഒരു ഡബിൾ സൈഡ് സെല്ലോ ടോപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സെല്ലോ ടോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചോറ് കൂടെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഗമ്മുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് തേച്ച് കൊടുത്ത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിതുപോലെ എഴുതിയ ഈ ഒരു പേപ്പർ നമ്മൾ ഗ്യാസ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഏകദേശം ഒരു അളവ് അറിയാൻ പറ്റും, നമ്മുടെ ഗ്യാസ് എപ്പോൾ തീരും എന്നുള്ള ഒരു അളവ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാലണ്ടറിൽ കൂടെ നിങ്ങൾ ഗ്യാസ് ഫിക്സ് ചെയ്യുന്ന ഒരു സമയം നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ആ ഒരു ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് സഹായമാകും. നമുക്ക് എപ്പോൾ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവില്ല. ഏകദേശം ഒരു കണക്ക് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് എക്സ്ട്രാ സിലിണ്ടറോ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കാനും പറ്റും കേട്ടോ. നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഈ ഒരു ഫ്ലെയിമിൻ്റെ കളർ ചേഞ്ച് ആവുകയാണെങ്കിൽ, പിന്നീട് ഓറഞ്ച് കളറോ അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കത്തുന്ന ഫ്ലെയിമിന് അത്രയ്ക്ക് ചൂട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാകും. അപ്പോൾ നമുക്ക് ബർണറിലുള്ള അടപ്പ് മൂലമാണ് ഈ ഒരു ഫ്ലെയിമിൻ്റെ കളർ ചേഞ്ച് ആവുന്നത്, പ്രോപ്പറായിട്ട് ബ്ലൂ കളറായിട്ട് വരാത്തത്. അപ്പോൾ അതെങ്ങനെ നീക്കാം എന്നുള്ളൊരു നല്ലൊരു ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം.
അതുപോലെ തന്നെ അഴുക്ക് പിടിച്ച ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉരച്ചൊന്നും കഴുകാതെ കൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതും നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ബർണറിൻ്റെ ആ ഒരു ബർണർ സ്റ്റാൻഡും എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുമൂലം തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ അടപ്പുകളൊക്കെ നമുക്ക് നമ്മുടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അധികം മെനക്കെടൊന്നുമില്ലാതെ നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ണാടി ബൗളാണ് എടുത്തിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ കണ്ണാടി ബൗളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കണ്ണാടി ബൗൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനത് അടപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ബർണർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ അളവ് ഇട്ട് കൊടുത്താൽ അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലേക്കായിട്ട് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഹാർപ്പിക്കാണ്. ഹാർപ്പിക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കണ്ണാടി ബൗൾ തന്നെ യൂസ് ചെയ്യണം. സ്റ്റീൽ ബൗൾ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നടക്കില്ല. അതാ ഞാനൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പതഞ്ഞ് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഏകദേശം അതൊക്കെ നന്നായിട്ടൊന്ന് മുങ്ങത്തക്ക രീതിക്ക് നന്നായിട്ടൊരു ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. നല്ല ചൂടോടുകൂടി തന്നെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ പതപ്പൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം ഞാനിതാ ഒരു 2 കൈപ്പിടി അളവ് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ അടപ്പും അതുപോലെ തന്നെ നമ്മുടെ ബർണറൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ബർണർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോവും അതുപോലെ തന്നെ ബർണർ സ്റ്റാൻഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിലും എന്തെങ്കിലും കറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഗ്യാസൊക്കെ നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനത് നമ്മൾ ആ ബർണർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഹാർപ്പിക്കൊക്കെ മിക്സ് ആയിട്ടുള്ള ആ ഒരു വെള്ളം തന്നെയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കല്ലുപ്പൊക്കെ മിക്സ് ആയിട്ടുള്ള ആ ഒരു വെള്ളം തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് തുടച്ചു കൊടുത്ത് എടുക്കുമ്പോഴത്തേക്കും നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോവും അതുപോലെ തന്നെ ബർണർ സ്റ്റാൻഡൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് കൈ വേദനിക്കാണ്ട് കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ജസ്റ്റ് ഒന്ന് ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ കറയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മാസം തോറും നമ്മുടെ ഗ്യാസ് നല്ല രീതിക്ക് തന്നെ നമുക്ക് സേവ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു ക്ലോത്ത് ഉപയോഗിച്ചതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം എത്ര ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് ചുടുവെള്ളവും കല്ലുപ്പും ഹാർപ്പിക്കൊക്കെ ചേർത്തുള്ള ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ബർണർ സ്റ്റാൻഡിലുള്ള ഈ ഒരു കറയും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ബർണർ സോക്ക് ചെയ്ത് വെച്ച് ആ ഒരു വെള്ളത്തിൽ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തെടുത്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല വെട്ടിത്തിളങ്ങുന്ന വെണ്മയോടുകൂടി തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബർണർ സ്റ്റാൻഡും മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മാസം തോറും ചിലവാകുന്ന ഒരു ഗ്യാസിൻ്റെ അളവ് ഒരു പരിധി വരയ്ക്കും തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ആ ഫ്ലെയിമിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത്. അത് നല്ല വൃത്തിക്ക് ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ബർണർ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഹാർപ്പിക്കൊക്കെ ചേർത്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇതുപോലെ വെളിച്ചെണ്ണ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബർണർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ വെള്ളയിലേക്കായിട്ട് കുറച്ച് വിം ലിക്വിഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിം ലിക്വിഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഷ് വാഷൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് വിം ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലുള്ള ബ്രഷ് ഉപയോഗിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ബർണർ നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർപ്പിക്ക് കല്ലുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. കല്ലുപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അടപ്പും അഴുക്കും ഒക്കെ നമുക്ക് നീക്കി ക്ലീൻ ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ ബർണറും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. അതുമൂലം തന്നെ മാസം തോറും നമുക്ക് നമ്മുടെ ഗ്യാസ് നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഗ്യാസ് നമുക്ക് ഒരു 4 മാസത്തേക്കൊക്കെ നമുക്ക് വരും. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് നിങ്ങളുടെ ബർണറും അതുപോലെ തന്നെ ബർണർ സ്റ്റാൻഡ് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ബർണറും നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ച് എടുക്കാം. ആ വെള്ളമൊക്കെ നല്ല രീതിക്ക് തുടച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള ഞാനിതുപോലൊരു ഗുളികയുടെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം. ആ സ്ട്രിപ്പിൽ നിന്ന് ചെറിയ കഷ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഉപയോഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ ഈ ഒരു ബർണറിൻ്റെ ആ ചെറിയ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പാകത്തിനാണ് ഞാൻ ആ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തത്. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം തന്നെ പോയി അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ബർണർ ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതാണ്. എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നീങ്ങിക്കിട്ടും. നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഫ്ലെയിം കറക്റ്റായിട്ട് ബ്ലൂ ആയിട്ട് തന്നെ നമുക്ക് വരും കേട്ടോ. കാരണം കളർ ചേഞ്ചായി നമുക്ക് ഫ്ലെയിം വരുന്ന സമയത്താണ് ചൂട് കുറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുന്നത്. ഇതുപോലൊക്കെ ചെയ്യുന്നത് മൂലം നമ്മളെ ഫ്ലെയിം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരികയും ചെയ്യും. അതുമൂലം തന്നെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബർണർ സ്റ്റാൻഡും ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ മാസം തോറും നമുക്ക് ചിലവാകുന്ന ഒരു ഗ്യാസ് ഒരു പരിധി വരയ്ക്കും നമുക്ക് നല്ല രീതിക്ക് തന്നെ കുറച്ച് എടുക്കാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ടിപ്പും കാര്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോക്കൊന്ന് നിങ്ങൾ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ മാസം തോറും ചിലവാകുന്ന ഗ്യാസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.